ശങ്കരാചാര്യരും ഭാരതത്തിൻ്റെ അദ്വൈതത്തിൻ്റെ പ്രകാശവും ആത്മാവും. ശങ്കരാചാര്യരാണ് ഭാരതത്തിൻ്റെ അദ്വൈതം എന്താണെന്നും ഭാരതം എന്താണെന്നും ഈ ലോകത്തെ, ഭാരതീയരെ മാത്രമല്ല ലോകത്തെ അറിയിച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനമാണിന്ന്, മെയ് 2-ാം തീയതി. ചെറുതായെങ്കിലും ചിന്താശക്തിയിൽ ഉജ്ജ്വലനായ, ഏകതയുടെ ദീപമായ, തിരിച്ചറിവുകളുടെ ആത്മാവിൻ്റെ ആചാര്യനായ ഒരു മഹാനായ ചരിത്രപുരുഷൻ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ, ശ്രീ ആദിശങ്കര ജയന്തി ആഘോഷിക്കുമ്പോൾ, ഭാഷ്യകാരനായ ഭഗവാൻ ശങ്കരൻ ക്രിസ്തുവർഷം 788 കേരളത്തിൽ ജനിച്ചു. കാലടിയിൽ നടന്നു. ആര്യാമ്പയുടെ ദേശത്ത് പിറവത്ത് ജനിച്ചു. വെറും 32 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് ഇത്രയും കുറച്ച് ദിവസങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ ദിക്കുകളിലും സഞ്ചരിച്ച് വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഭാരതത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ വ്യത്യസ്തമായ ജൈനിസം, ബുദ്ധിസം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. മുസ്ലിംകൾ ഉണ്ടായിരുന്നില്ല, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു. അങ്ങനെ പല ദേശത്തു നിന്നും വന്നിട്ടുള്ള പലരും ഈ ലോകത്തുണ്ടായിരുന്ന ഒരു കാലത്ത് ആത്മീയത കൊണ്ടുവന്ന് മറ്റ് മതങ്ങൾക്കെതിരെ ഒന്നും ശബ്ദിക്കാതെ ഭാരതീയമായ സനാതനധർമ്മത്തിൻ്റെ അടുക്കും ചിട്ടയും പഠിപ്പിച്ച് ജനങ്ങളെ ഒന്നാക്കി കൊണ്ടുവരാൻ സാധിച്ച ഒരു മഹാൻ. സഞ്ചരിച്ച് രാജ്യം കീഴടക്കാനായിരുന്നില്ല. മനസ്സുകളെ കവർന്ന് പക, ഭയം, അന്ധവിശ്വാസം, അനാചാരം, മറ്റു ജാതിക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിട്ടുണ്ടാവണം. തത്വചിന്തയുടെ ഒരു ദീപം കൊളുത്തി, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ശുദ്ധബോധമാണ് എന്ന് ബാക്കി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച അദ്വൈത വേദാന്തത്തിൻ്റെ അഗ്രഗണ്യനായ ഗുരു. ഭിന്നതയ്ക്ക് അപ്പുറമാണ് ആത്മീയ തത്വം, ദർശനം ജീവിതമാക്കി സ്ഥാപിച്ച 4 മഠങ്ങൾ: ശൃംഗേരി, പുരി, ദ്വാരക, ജ്യോതിർമഠം. ഭാരതത്തിൻ്റെ 4 ദിശകളിൽ ആത്മീയ ഐക്യത്തെ അടിത്തറയിടാൻ വേണ്ടിയിട്ട്. ഇന്ന് ലോകം ഭയത്തിലും അസ്വസ്ഥതയിലും ജീവിക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ്റെ മനസ്സിൽ പ്രകാശം പകർത്താൻ വേണ്ടി നമുക്കൊക്കെ ഇന്നും ചുവട് പിടിക്കാൻ പറ്റുന്ന ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ഥായിയായ കൃത്യമായ നിലയിൽ, അതുകൊണ്ടാണ് നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഗുരുവിനെ സ്മരിക്കുന്ന സമയത്ത് സദാശിവ സമാരംഭ ശങ്കരാചാര്യ, അടുത്ത ലെവല് ഭഗവാൻ കഴിഞ്ഞാൽ ആചാര്യനെയാണ് കാണുന്നത്. അത് ഭഗവാൻ ആചാര്യനായിട്ട് തന്നെയാണ് കാണുന്നത്. ആ സന്ദേശം നമ്മെ ഉണർത്താനും വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനും ആത്മജ്ഞാനം നേടാനും ഈ അമൃതകാലത്തിലൂടെ ഭാരതം കടന്നു പോകുമ്പോൾ ആചാര്യൻ്റെ പാത നമുക്ക് മുന്നോട്ട് തരുന്നത്, പറഞ്ഞു തരുന്നത് വലിയ അതിർവരമ്പുകളില്ലാത്ത വലിയൊരു ലോകം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ജ്ഞാനമാണ് വിജയം, ബോധമാണ് വിജയം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, കാലടിയിലൂടെ നടന്ന് പിറവത്ത് ജനിച്ച മഹാനായ വ്യക്തി. ഭാരതമല്ല, ലോകത്തിൽ ഇത്രയും കൂടുതൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഗുരുവിനെ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പല സഞ്ചാരങ്ങളും കഴിഞ്ഞു. കാലടിയിൽ വന്നിരുന്നു, യാത്രയായിരുന്നു സ്ഥിരം. അങ്ങനെ യാത്രയും ജീവിതവും ഒക്കെയായി ഭാരതത്തെ സേവിച്ചു നടന്ന ഒരു ഭാരതത്തിൻ്റെ പുത്രൻ ജനിച്ച ദിനത്ത്
അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജയ് ശങ്കര, ജയ് ഭാരതം എന്നല്ലാതെ മറ്റൊന്ന് പറയാനാണ്. ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ശാന്തിയുടെ സന്ദേശകനായ ശങ്കരന് കൃതജ്ഞതയോടെ ഓർക്കാൻ ഈ ദിനം സാധിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു.